ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായിട്ടുള്ള തെരച്ചിൽ ഇന്നും തുടരും. ട്രഡ്ജർ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിൽ മണ്ണ് നീക്കുന്നതിനൊപ്പം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്ന് തെരച്ചിലിന് ഇറങ്ങുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ പോപ്പറമ്പ് ഷിരൂരിൽ നിന്ന് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുണിന് അറിയാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN 8 മണിയോടെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ പോലും അല്പം വൈകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഞാനിപ്പോൾ ഗംഗാവലി പുഴയുടെ ഓരത്താണുള്ളത്. SKN വളരെ ശാന്തമായി ഒഴുകുന്ന ഗംഗാവലി പുഴയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിലവിൽ ഇപ്പോൾ നേരത്തെ രാവിലെ കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിലും ഇപ്പോൾ അല്പസമയം മുമ്പ് ചെറിയ രീതിയിൽ മഴ തോർന്നിരുന്നു. പക്ഷേ ഒരു ശക്തമായ മഴയിലേക്കൊന്നും പോയില്ല. നമുക്കിപ്പോൾ ഡ്രഡ്ജർ കാണാം. അവർ ഈ തെരച്ചിൽ ആരംഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ മറ്റൊരുക്കങ്ങൾ നടത്തുകയാണ്. SKN ദൃശ്യങ്ങൾ ഇങ്ങോട്ട് ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഈ നാവികസേന അവരുടെ പരിശോധനയ്ക്ക് ശേഷം അടയാളപ്പെടുത്തിയിട്ടുള്ള ആ പോയിന്റിന് തൊട്ടടുത്താണ് നമ്മളുള്ളത്. അവിടെയാണ് വിശദമായിട്ടുള്ള തെരച്ചിൽ നടത്തേണ്ടതെന്നാണ് അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. അവിടെ നിന്നാണ് നേരത്തെ അർജുൻ്റെ ലോറിയുടെ ഈ പാർട്സും അതോടൊപ്പം തന്നെ അതിൽ തടി കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ള കയർ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ രാവിലെ അവിടെ തെരച്ചിൽ നടത്തുന്നതിനൊരു പ്രായോഗികമായ ബുദ്ധിമുട്ട് ഡ്രഡ്ജിംഗ് കമ്പനി പറയുന്നത് ഈ പുഴയിലെ വേലിയേറ്റ സമയത്ത് ജലനിരപ്പ് ഉയർന്നു നിൽക്കും. പക്ഷെ ആ ഘട്ടത്തിൽ പുഴയുടെ അടിത്തട്ടിലുള്ള മണ്ണ് നീക്കം ചെയ്യാൻ അത് സാധ്യമല്ല. ഈ ഡ്രഡ്ജറിൻ്റെ ഈ ഹിറ്റാച്ചി ഉപയോഗിച്ചാണ്, ഡ്രഡ്ജറിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് അവർ ഈ അടിത്തട്ടിലുള്ള മണ്ണ് കോരി ആ ബാർജിലേക്ക് നിക്ഷേപിക്കുകയും അത് പിന്നീട് അത് മാറ്റുകയും ചെയ്യുന്നത്. ഈ ജലനിരപ്പ് ഉയരുന്ന ഘട്ടത്തിൽ, അതായത് വേലിയേറ്റ സമയത്ത് ആ ഹിറ്റാച്ചി ഉപയോഗിച്ച് ഒരുപാട് താഴെയുള്ള, അതൊരു 5.5 മീറ്റർ മാത്രമേ അത് താഴെ പോവുകയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള മണ്ണോ അല്ലെങ്കിൽ കല്ലുകളോ നീക്കം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് വേലിയിറക്ക സമയത്ത് മാത്രമായിരിക്കും അത്തരം ഡ്രഡ്ജിങ് ഉണ്ടാവുക. അതൊരു പ്രതിസന്ധി തന്നെയാണ്, അതൊരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് വിശദമായിട്ടുള്ള തെരച്ചിൽ വേണം എന്ന ആവശ്യം അർജുൻ്റെ കുടുംബം അത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെയാണ് ലോറി ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ്. പക്ഷേ ഇന്നലെ പോലും അത്തരത്തിൽ ആ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് 30 മീറ്റർ ചുറ്റളവിൽ പൂർണ്ണ തോതിൽ തെരച്ചിൽ നടത്തിയില്ല. ഒരു പ്രാഥമിക തെരച്ചിൽ മാത്രമേ ആ ഭാഗത്ത് നടത്തിയുള്ളൂ. അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈശ്വർ മാൽപേ കണ്ടെത്തിയിട്ടുള്ള ചില സൂചനകളുമായി ബന്ധപ്പെട്ടായിരുന്നു തെരച്ചിലുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ഈ കോൺടാക്ട് നമ്പർ 4-ൽ വിശദമായ തെരച്ചിൽ നടത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ ആരംഭിക്കും. ഈശ്വർ മാൽപേയും ഇന്ന് ദൗത്യത്തിനിറങ്ങും.